പാകിസ്ഥാനെ വീണ്ടും വിറപ്പിച്ച് ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തുനിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലെ എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞു. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ നീക്കം തകർത്തിന്ത്യ. നിങ്ങളുടെ ഈ ഉണ്ടച്ചുരുട്ടെന്ന് എന്നോട് വേണ്ട, അടിച്ചാൻ കണ്ണിയാൻ. ഇസ്ലാമാബാദ്, കറാച്ചി, ലാഹോർ, സിയാൽകോട്ട് എന്നിങ്ങനെ പ്രധാന പാക് നഗരങ്ങളെ വിറപ്പിച്ച തിരിച്ചടി ഇന്ത്യ നൽകി. നീ ഇങ്ങനെ നിരാശപ്പെടാതെ നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. പ്രധാനമന്ത്രിയുടെ വസതിക്കടുത്ത് വരെ എത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചു. ആ പഹൽഗാമിലെ കാലൻകൂട്ടത്തിന് അവരുടെ തലച്ചോറിൽ വെറുപ്പ് കുത്തിവെച്ച് കടത്തിവിട്ട ഭീകരവാദി അപ്പന്മാരുടെ അണ്ണാക്കിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയാ തടി ഉരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. റഫാലും മിറാഷും തീർക്കുന്ന വെടിക്കെട്ട് എന്ന് നേരത്തെ പറഞ്ഞത് 26 കൂടപ്പിറപ്പ് ചോര കണ്ട വൈകാരികതയിൽ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പട്ടാള ശക്തിയെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യത്തിലാണ്. എണ്ണം പറഞ്ഞ ഭീകര കേന്ദ്രങ്ങൾ, നരകങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അജ്മൽ കസബിന് കോൾമാൻ ഹെഡ്ലിക്കടക്കം ഉരുമ്പട്ട യാത്രയ്ക്ക് പടച്ചട്ടയിട്ട് വിട്ട മുരീദ് കെ ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണം. ഇന്ത്യ വിരുദ്ധത ഞരമ്പിൽ കുത്തിവെക്കുന്ന ഭീകരവാദ ലാബോറട്ടറി, മസൂദ് അസർ 18 ഏക്കറിൽ കെട്ടിപ്പൊക്കിയ അവന്റെ ഭീകരവാദ സാമ്രാജ്യം ഭവൽപൂരടക്കം, റഫാലിൽ കൊരുത്ത സ്കാൽപ് മിസൈലുകൾ, ഹമ്മർ ബോംബുകൾ, തീമഴ തീർത്തത് വെറുപ്പിന്റെ കോട്ടകൾക്ക് മുകളിലാണെന്നതിന് നക്ഷത്രം പോലെയാണ് തെളിവ് സാക്ഷ്യം. ഇപ്പോൾ എന്തായി? കിട്ടിയപ്പോ തലപിടിച്ച് മലച്ചു കിടന്നതിൽ പ്രധാനി അബ്ദുൾ റൌഫ് അസർ, വെറുപ്പ് നിറച്ചൊരു തലച്ചോറുകാരൻ, ഭീകരവാദ ബ്രീഡിംഗ് ഫാക്ടറികളുടെ മേലാളൻ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. അസംഖ്യം കുരുതികൾക്ക് ചുക്കാൻ പിടിച്ചവന് തുറക്കപ്പെട്ടത് തർക്കം വേണ്ട സ്വർഗമല്ലത് നരകവാതിലാണ്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. സ്വർഗീയ താഴ്വരെ ചോരയിൽ മുക്കി രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉന്നമിട്ട് മതം ചോദിച്ച് പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ തീർത്തു കളഞ്ഞ അധമപ്പടിക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് പാകിസ്ഥാൻ അറിയാം, ചൈനയ്ക്കറിയാം, സകല ലോകത്തിനും അറിയാം. എന്നിട്ടും തീർന്നു അഹന്ത. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. വീണ്ടും ഒരു 16 നിരപരാധികളെ ഷെല്ലിട്ട് കൊന്ന തെമ്മാടി രാഷ്ട്രത്തിന് ഡ്രോണുകൾ, മിസൈലുകൾ. ഈ പോയ രാത്രി ലക്ഷ്യം വെച്ചത് ശ്രീനഗർ അടക്കം ജലന്ധറും ലുധിയാനയും അടക്കം രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളാണ്. അഭിമാനം വേണം, അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പാണ്. വിനാശകാലയെ മുടിഞ്ഞ ബുദ്ധി കേതുവിട്ട കോപ്പരാണ്ടികൾ. രാജ്യത്തിന്റെ ആകാശം കടക്കും മുന്നേ അന്തരീക്ഷത്തിൽ ആവിയത് ധൂളി പടലം. ഇന്ത്യയുടെ കയ്യിലുള്ള ഡിഫൻസ് സംവിധാനം റഷ്യൻ നിർമ്മിത S-400 ആണ്, അല്ലാതെ ചൈനീസ് ഡ്യൂപ്ലിക്കേറ്റ് കളിപ്പാട്ടങ്ങളല്ല. ഓപ്പറേഷൻ സിന്ധു ഫേസ് 2 റാവൽപിണ്ടിയിൽ, കറാച്ചിയിലടക്കം പാകിസ്ഥാന്റെ മസ്തകത്തിലാണ് ഡ്രോണുകൾ തീർത്ത തീമഴ. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. ലാഹോറിൽ പൊളിഞ്ഞത് അക്രമി രാഷ്ട്രത്തിന്റെ എയർ ഡിഫൻസ് സംവിധാനം. പാകിസ്ഥാന്റെ ആകാശം ഇപ്പോൾ ഉടുതുണിയില്ലാത്ത മട്ടിൽ നഗ്നമാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഭ്രാന്ത് പിടിച്ചൊരു രാജ്യത്തിന്റെ വെറിപൂണ്ട പേക്കുത്തിൽ അവിടുത്തെ ഒരു സാധാരണക്കാരന്റെ ചോര ചിന്തിയിട്ടില്ല ഞങ്ങൾ ഗാന്ധിയുടെ പിന്മുറ. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഇനിയും പാഠം പഠിക്കുന്നില്ലെങ്കിൽ നാറാണക്കല്ല് പിടിച്ച് രാജ്യത്തിന്റെ ഒടുക്കത്തെ കഴുക്കോൽ ഒരു ഡൽഹിക്ക് കുറുകെ നിൽക്കാനാണ് ദുഷ്ടബുദ്ധിയെങ്കിൽ പെരിച്ചാഴി കണക്കേതോ ബങ്കറിൽ തലപൂണ്ടിരിക്കുന്ന അസീം മുനീറെ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. റാവൽപിണ്ടിയിൽ ഒരു പച്ചപ്പതാക മാറുന്ന പട്ടാള ആസ്ഥാനം അവിടെ വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഈ രാജ്യം തീരുമാനിക്കും. 6 അടി മണ്ണിൽ അടങ്ങുണ്ടെങ്കിൽ അടങ്ങിക്കോ, നിർത്തിക്കോ നിന്റെ തെമ്മാടിപ്പണി. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ. രാജ്യത്ത് 10-26 പേരുടെ ജീവൻ എന്തിനാന്ന് പോലും അറിയാതെ ഭീകരർ കൊണ്ടുപോയി. ആ ഒരു ടൈമിൽ നമ്മൾ രാജ്യം പോയിരുന്നൊരു വിഷമം, സങ്കടം എല്ലാം ഇല്ലേ? അന്ന് നിനക്കിതൊന്നും തോന്നിയില്ലേ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിൻ്റെയൊക്കെ ഒരു മുഖം മിനുക്കിയ ഒരു പോളിഷ്ഡ് പ്രോഗ്രസീവ് ഫേസ് ഉണ്ടല്ലോ. ഐ ആം ലൈക്ക് പ്രോഗ്രസീവ് എന്ന് പറഞ്ഞൊരു സാധനം. മൈ ഫുട്ട്, അത്രേ പറയാനുള്ളൂ. ഇതുപോലത്തെ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ, ഒരു ഇത്തിരിയെങ്കിലും അന്തവും ബോധവും ഉണ്ട് എന്നുണ്ടെങ്കിൽ രാജ്യത്ത് കടന്നാക്രമിക്കുന്ന ഭീകരരെ ഡിഫെൻഡ് ചെയ്യുന്നത് ഇത്രയും ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇത്രയും മാതൃകാപരമായിട്ട് പ്രിസൈസ് ആയിട്ട് കറക്റ്റ് അവരുടെ ഹൈഡ് ഔട്ട്സ് മാത്രം തെരഞ്ഞു പിടിച്ച് അടിച്ച ഒരു ഓപ്പറേഷൻ. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ആ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ സ്റ്റോറി ലൈൻ കൊണ്ടുവന്ന് വെച്ച് പള്ളി പോയി, ആൾക്കാരുടെ ജീവൻ പോയി, കുട്ടികൾ മരിച്ചു, സ്ത്രീകൾ മരിച്ചു എന്നുള്ള അവരുടെ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ കൊണ്ടുവന്ന് വെച്ച്, ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ലല്ലോ. അതെടുത്ത് സ്റ്റോറി ഇട്ടിട്ട് ഷെയിം ഓൺ മൈ കൺട്രി എന്ന് പറയുമ്പോ നീ എന്ത് നാറിയാടാ നീ?
വേണ്ടായിരുന്നു. നീ എന്ത് നാറിയാ നീ എന്തെന്നാ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ആരാ നീയൊക്കെ? മനുഷ്യനായ നാണം വേണേ. കഷ്ടം. ഞാനെന്താ എനിക്ക് ഇതൊക്കെ കാണുമ്പോ മിണ്ടാരിക്കാൻ പറ്റുന്നില്ല. അല്ല, പാകിസ്ഥാൻ ഈ ഒരു സംഭവം തുടക്കം കുറിച്ച് തന്നെ നാട്ടിൽ ഇതുപോലൊരു വിഷവിത്ത് ഇടാൻ നോക്കിയിട്ടാണ്. പിന്നെ നമ്മളെ നാട്ടുകാർക്ക് ബുദ്ധിയുള്ള ആളുകളായതുകൊണ്ട് അത് ഇവിടെ ഏറ്റില്ലാന്ന്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. എന്നിട്ട് പക്ഷെ ഇവനെ പോലത്തെ കുറച്ച് ആൾക്കാർക്കൊക്കെ അത് കിട്ടി, ഏറ്റു. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ഇതിനിടയിൽ ഈ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ, ഈ ഫോട്ടോ എഗെയിൻ ഞാൻ പറയുന്നു, അവിടെ ഉള്ള ഏതോ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഫേക്ക് അടിച്ചു വിട്ട സാധനമാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഇതെടുത്തു വെച്ച് വീണ്ടും സ്റ്റോറി, ഡോണ്ട് സപ്പോർട്ട് വാർ, ദിസ് ഈസ് ഇൻ ദ മൂവി. അല്ല, ഞങ്ങൾക്ക് ഇത് മൂവി ആയിട്ടാ തോന്നണേ. ഞങ്ങൾക്കായിരിക്കും ഇതൊരു മൂവി ആയിട്ട് തോന്നിയിട്ടില്ല മോനെ, മനസ്സിലായോ? ഞങ്ങൾ എന്നെ പോലെ മൗണ്ടൻ സ്കൈ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു മൂവി ആയിട്ട് തോന്നിയിട്ടില്ല. ഇത്ര അതോറിറ്റിയില് എന്തോ കൺമുന്നിൽ കണ്ട കാഴ്ച പോലെ പറഞ്ഞു. ഷീ വാസ് കിൽഡ് ഇൻ ദ ഡാർക്ക് ഓഫ് നൈറ്റ് ടുഡേ. ഇങ്ങനെ ഒരു കാഷ്വാലിറ്റി, ഇങ്ങനെ ഒരു സിവിലിയന്റെ മരണം പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇന്ത്യയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഏത് ബിലാത്ത് നിന്നാണ് അനക്കത് കിട്ടിയത്? നീ അറിഞ്ഞ ഈ എന്റെ കണ്ണിന് മുന്നിൽ കണ്ട മാതിരിയാണല്ലോ ഈ കണ്ണ് ചിലക്കുന്നത്. എന്നിട്ട് ഈ സ്റ്റോറിയും മുക്കി. അത് ശരി. മറ്റേ ലേഡി, സിനിമാ നടി, ഒരു ഇത്തിരിയെങ്കിലും എന്ത് കാണിച്ചു? മാന്യത കാണിച്ചു, അപ്പോളജി ചെയ്യാൻ. അനക്കൊരു അപ്പോളജി പോലും ഇല്ല. ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്ന് രാജ്യത്തിനെതിരെ സംസാരിച്ചിട്ട് ഒരു അപ്പോളജി പോലും ഇടാതെ മിണ്ടാതെ വായിൽ പഴം തിരികെ നടക്കുകയാണോ മോനെ? ഇതാണ് എന്റെ കഥ. കഷ്ടം. ഒരു വ്യക്തിക്കുള്ള അഭിമാനം എന്ന് പറയുന്നത് പോലെ ഒരു രാജ്യത്തിനും അഭിമാനമുണ്ടല്ലോ. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനം ലോകത്തിന്റെ തെരുവിൽ ചിന്തപ്പെട്ട ദിവസമാണ്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണ്ടാവും. അവർക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവരുടെ സൈനികമായി അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ മൂർധാവിന് കിട്ടിയ പ്രഹരമാണ്. പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഈ പറയുന്ന രീതിയിൽ ഇവിടെ ഒരു സർപ്രൈസ് എലമെന്റിനപ്പുറം ലോകം മൊത്തം നോക്കിയിരിക്കെ, പാകിസ്ഥാനും നോക്കിയിരിക്കെ, അവരുടെ വ്യോമസേന കണ്ണു തുറന്നിരിക്കുന്നു എന്ന് അവകാശപ്പെട്ട മിനിറ്റുകൾക്കകം, മണിക്കൂറുകൾക്കകം ഈ പറയുന്ന അതിന്റെ ഒക്കെ കണ്ണുപിടിച്ച് നമ്മൾ കൃത്യമായി തിരിച്ചടി കൊടുത്തുവെങ്കിൽ അവർക്കുണ്ടാകുന്ന ആത്മാഭിമാന ക്ഷതം എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. എന്ന് പറഞ്ഞാൽ അടുത്തൊരു 10 വർഷത്തേക്ക് പൊന്തിപ്പോവാത്ത വിധം, അല്ലെങ്കിൽ തലയുയർത്താനാവാത്ത വിധം നേരിട്ട നാണക്കേടാണ്. അഭിമാനമുള്ളവർക്കാണ് ഈ ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റുമോ അല്ലെങ്കിൽ ഇതെല്ലാം. ഇവർക്കിത് പണ്ട് തൊട്ടേ ഇല്ലാത്തൊരു രാജ്യമാണ്. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോത കണ്ടില്ലേ, ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ. 47 പാർട്ടീഷൻ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു അക്രമാസക്തമായിട്ടൊരു മൈൻഡ് സെറ്റ്, ഒരു ഭീകരതയോടുള്ള ഒരു ലൈക്കിങ്, ഇത് അന്ന് മുതൽക്കേ നമ്മൾ കാണുന്നുണ്ട്. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യമില്ലാതെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്നുള്ള സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ ചില ഗവൺമെന്റുകളിലൊക്കെ പോരാമില്ലെങ്കിൽ അപ്പം തന്നെ അത് പിടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അത് നടന്നില്ല, വിട്ടേക്കും. പക്ഷെ അതിനുശേഷവും അവർ കാശ്മീരിൽ വന്ന് കാണിച്ചിരിക്കുന്നത് മുഴുവൻ, എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളുടെ അല്ല എന്ന്. ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് നിങ്ങളുടെ രാജ്യമാണ് അതിന്റെ കൺട്രോളിൽ വെക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലാണ് അതിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയ ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.